ഇന്ന് ഞാൻ ഒരു പുതിയ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വെജിറ്റബിൾ ഊത്തപ്പം. നമ്മൾ സാധാരണ ഉണ്ടാക്കാറുള്ള ദോശയിൽ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് നമ്മൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഊത്തപ്പം തയ്യാറാക്കാൻ പറ്റും. നിറയെ വെജിറ്റബിൾസ് ഒക്കെ ചേർക്കുന്നത് കൊണ്ട് അത് വളരെ ആരോഗ്യത്തിന് നല്ലതാണ്. പിന്നെ പച്ചക്കറികൾ കഴിക്കാൻ മടി കാട്ടുന്ന കുട്ടികൾക്കും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും. ഊത്തപ്പം ഉണ്ടാക്കാനായി ഞാൻ കുറേ പച്ചക്കറികളൊക്കെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഒരു സവോള ചെറുതായി അരിഞ്ഞതാണ്. ഇത് പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. എരിക്ക് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഇത് ക്യാബേജ് ചെറുതായി അരിഞ്ഞത്, ഒരു ക്യാരറ്റ് ചെറുതായി ഗ്രേറ്റ് ചെയ്തത്, ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത്, ഇത് ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം അരിഞ്ഞതാണ്, മല്ലിയില ചെറുതായി അരിഞ്ഞത്, ചെറിയ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്. ഇനി എങ്ങനെയാണ് ഊത്തപ്പം ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ദോശക്കല്ല് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ദോശക്കല്ല് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് സ്വല്പം എണ്ണ തടവി കൊടുക്കാം. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് എണ്ണ തടവേണ്ട ആവശ്യമില്ല, എങ്കിലും ഞാൻ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട്. ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് പരത്തരുത്, നല്ല കട്ടിക്കിരിക്കണം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചാൽ മതി. ഇതൊന്ന് മറിച്ചിടാം. ഞാൻ പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്.
നമ്മുടെ വെജിറ്റബിൾ ഊത്തപ്പം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി. അതിൻ്റെ കൂടെ കഴിക്കാനുള്ള ചട്നി റെഡി ആയിട്ടുണ്ട്. ഈ ചട്നിയുടെ ഒപ്പം ഊത്തപ്പം കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. പിന്നെ ഈ ഊത്തപ്പത്തിൻ്റെ കൂടെ ചമ്മന്തിയുടെ ആവശ്യമൊന്നുമില്ല. ഊത്തപ്പത്തിൽ വെജിറ്റബിൾസും പിന്നെ നെയ്യ്, പച്ചമുളക് എല്ലാം ചേരുന്നത് കൊണ്ട് അത് വെറുതെ തിന്നാനും വളരെ നല്ലതാണ്. പിന്നെ ചമ്മന്തി വേണമെന്ന് നിർബന്ധമുള്ളവർ ഒരു ചമ്മന്തി കൂടി ഉണ്ടാക്കുക. പിന്നെ എല്ലാ തവണയും നമ്മളിങ്ങനെ ദോശ മാത്രം ഉണ്ടാക്കാതെ ഇടയ്ക്ക് ഇതുപോലെ ഊത്തപ്പം ഉണ്ടാക്കണം. ഊത്തപ്പം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഉറപ്പായും ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പച്ചമുളക് ഒഴിവാക്കിയാൽ മതി. ഈ ഊത്തപ്പത്തിന് ആവശ്യത്തിന് എരിയെല്ലാം ഉണ്ട്. പിന്നെ ഞാൻ ഇത് ഒറിജിനൽ റെസിപ്പി ഒന്നും അല്ല, ഞാൻ എൻ്റേതായ ഒരു രീതിയിലാണ് ഈ ഊത്തപ്പം ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഇനി പുതിയൊരു റെസിപ്പിയുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരെയും ബൈ.